ശ്രീകൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാനുവാചയിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. ശ്രീ ഭഗവാനുവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ബുദ്ധിമാനായ മനുഷ്യന്റെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തു. താൻ ആരാണെന്ന്, താൻ ഈ ഭൗതിക ശരീരമല്ലെന്നും ആത്മാവാണെന്നും നാം മനസ്സിലാക്കി. ഇന്ന് ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യമായ താനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിൽ സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് ചിത്രകേതു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ചിത്രകേതു നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എല്ലാ പ്രജകളും വളരെ സന്തുഷ്ടരായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നു. തന്റെ രാജ്യത്തിന് പിന്തുടർച്ച അവകാശി ഇല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖം. പുത്രസൗഭാഗ്യത്തിനു വേണ്ടി അദ്ദേഹം അനവധി വിവാഹങ്ങൾ ചെയ്തു. എന്നാൽ നിരാശയായിരുന്നു ഫലം. അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അങ്കിര മഹർഷി വരികയുണ്ടായി. അദ്ദേഹം അങ്കിര മഹർഷിയോട് തന്റെ ദുഃഖം പങ്കുവച്ചു. അങ്കിര മഹർഷിയുടെ അനുഗ്രഹത്താൽ ചിത്രകേതു മഹാരാജാവിന് തന്റെ ആദ്യ പത്നിയിൽ പുത്രസൗഭാഗ്യം ഉണ്ടായി. അദ്ദേഹം പുത്രസൗഭാഗ്യത്തിൽ അതീവ സന്തോഷവാനായി തീർന്നു. സദാസമയവും ചിത്രകേതു രാജാവ് തന്റെ ആദ്യ ഭാര്യയോടൊപ്പവും കുഞ്ഞിനോടൊപ്പവും സമയം ചെലവഴിച്ചു. അതിൽ അസൂയ പൂണ്ട മറ്റു പത്നിമാർ ആ കുഞ്ഞിനെ വധിക്കുവാൻ ഗൂഢാലോചന ചെയ്തു. അങ്ങനെ ഒരിക്കൽ അവർ ആ കുഞ്ഞിന് പാലിൽ വിഷം കലർത്തി കുഞ്ഞിനെ വധിച്ചു. ഇതിൽ ദുഃഖം പൂണ്ട ചിത്രകേതു മഹാരാജാവ് അത്യന്തം വിലപിച്ചുകൊണ്ടേയിരുന്നു. അങ്കിര മഹർഷി വീണ്ടും നാരദ മഹർഷിയോടൊപ്പം ഈ അവസരത്തിൽ കൊട്ടാരത്തിൽ വരികയുണ്ടായി. ചിത്രകേതു മഹാരാജാവ് തന്റെ ദുഃഖം അവരുമായി പങ്കുവച്ചു. തന്റെ കുഞ്ഞിനെ നാരദ മഹർഷിയുടെ ദിവ്യശക്തി ഉപയോഗിച്ച് പുനർജീവിപ്പിക്കുവാൻ ചിത്രകേതു മഹാരാജാവ് അപേക്ഷിച്ചു. ചിത്രകേതു മഹാരാജാവിന്റെ അപേക്ഷ പ്രകാരം തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് നാരദ മഹർഷി ആ കുഞ്ഞിന്റെ ആത്മാവിനെ അവിടെ വിളിച്ചു വരുത്തി. കുഞ്ഞിന്റെ ആത്മാവിനോട് തന്റെ മാതാപിതാക്കൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും ആ ശരീരത്തിലോട്ട് വീണ്ടും പ്രവേശിക്കുവാനും അപേക്ഷിച്ചു. കുഞ്ഞിന്റെ ആത്മാവ് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അല്പസമയത്തേക്ക് വീണ്ടും ആ ശരീരത്തിലോട്ട് പ്രവേശിച്ചു. ശരീരത്തിലോട്ട് പ്രവേശിച്ച കുഞ്ഞിന്റെ ആത്മാവ് ഉച്ചത്തിൽ ചോദിച്ചു, തന്റെ ഏതു മാതാപിതാക്കളാണ് തനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്? തനിക്ക് അനേകം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൃഗമായും മനുഷ്യനായും ദേവനായും ഏതു മാതാപിതാക്കളാണ് ഇവിടെ കാത്തിരിക്കുന്നത്? ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ മറ്റു ജന്മത്തിൽ വേറെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. പഴയ ജന്മങ്ങൾ നാം പാടെ മറന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഇതു കേട്ട് ചിത്രകേതു മഹാരാജാവ് ആശ്ചര്യഭരിതനായി. അദ്ദേഹത്തിന് ആത്മജ്ഞാനം ലഭിക്കുകയുണ്ടായി. നാം ഏവരും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് വിവിധ തരം ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. ആ ജന്മങ്ങളിൽ നമുക്ക് വ്യത്യസ്തരായ മാതാപിതാക്കളെ സ്വീകരിക്കേണ്ടതായും വരുന്നു. ഈ ജന്മത്തിൽ നമുക്ക് ലഭിച്ച മാതാപിതാക്കൾ നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ഭൗതിക ശരീരങ്ങൾ തന്ന നമ്മളെ സംരക്ഷിക്കുന്ന അവരോട് നമ്മൾ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. നാം അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവതുല്യം കരുതുകയും തന്നെ വേണം. എന്നാൽ ഈ ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മത്തിലോട്ട് കടക്കുമ്പോൾ നാം പഴയ മാതാപിതാക്കളെ മറന്നുപോകുന്നു. നമുക്ക് ഭൗതിക ശരീരം തന്ന മാതാപിതാക്കളോട് നമുക്ക് ഇത്രയേറെ സ്നേഹവും നമ്മൾ അവരെ ഇത്രയേറെ സേവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥമായ ശാശ്വതമായ നമ്മുടെ പിതാവിനോട് നാം എത്രമാത്രം സ്നേഹം കാണിക്കേണ്ടതായിരിക്കുന്നു. അദ്ദേഹത്തെ എത്രമാത്രം നാം സേവിക്കേണ്ടതായിരിക്കുന്നു. അദ്ദേഹം പരമകാരുണ്യവാനായ പിതാവാണ്. അദ്ദേഹം മറ്റാരുമല്ല, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്.
ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ബീജം മാം സർവഭൂതാന. ഹേ കുന്തിപുത്ര, സർവ ജീവജാലങ്ങളുടെയും ആദ്യ ബീജം ഞാനാകുന്നുവെന്ന് നീ അറിയണം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് മൗലികമായ എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം. ശ്രീകൃഷ്ണ ഭഗവാനാണ് തായ്വേര്. വേര് വൃക്ഷത്തെ എന്ന പോലെ ഈ ഭൗതിക ആവിഷ്കാരങ്ങളെയെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഒരു അംശം കൊണ്ട് താങ്ങി നിർത്തുന്നത്. അദ്ദേഹം നിത്യനും സർവഭൂതങ്ങളുടെയും പരിപാലകനുമാണെന്ന് കഠോപനിഷത്ത് പറയുന്നു. ഭഗവത്ഗീത 14-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത്യോനിർ അഹം ബീജപ്രദാപിത. ഹേ കുന്തിപുത്ര, നാനാവിധയിലുള്ള ജീവജാലങ്ങൾക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ് അവരുടെ ശാശ്വതനായ പിതാവ് എന്ന് നീ അറിയണം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മുടെ ശാശ്വതനായ പിതാവ്. അദ്ദേഹം പരമകാരുണ്യവാനാണ്. ആദ്യത്തെ ഉത്കൃഷ്ട ജീവശക്തിയായ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ എല്ലാവരും അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. നാം ഏവരും അദ്ദേഹത്തിന്റെ വിഭിന്ന അംശങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ജന്മാദ്യസ്യ, സ്പഷ്ടപ്രപഞ്ചത്തിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്കെല്ലാം കാരണഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരിപൂർണമായ സത്യം. അദ്ദേഹമാണ് നമ്മുടെ ശാശ്വതനായ പിതാവ്. യഥാർത്ഥത്തിൽ നാം പൂജിക്കേണ്ടതും ആരാധിക്കേണ്ടതും സേവിക്കേണ്ടതുമെല്ലാം അദ്ദേഹത്തെയാണ്. ഭഗവത് സേവനം ആധ്യാത്മികമാണ്. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ ശാശ്വതനായ പിതാവായ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുവാനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും ദേവന്മാരും അവരുടെ ആരാധനകളും ക്ഷണഭംഗുരങ്ങളാണ്. ഒരു ബുദ്ധിമാനായ മനുഷ്യനറിയാം, ഒരു ഇല വൃക്ഷത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അതിന് ഊർജവും പോഷണവും പരിപാലനവും കിട്ടുന്നത് എന്ന്. അതുപോലെ തന്റെ ശാശ്വതനായ പിതാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരുവന് പരമാനന്ദം ലഭിക്കുന്നത്. ഒരു കുഞ്ഞ് അച്ഛനോട് എന്ന പോലെ നാം അദ്ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമേ നമ്മെ പരിപൂർണമായും സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ അർജുനനോട് പറയുന്നു, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും ഇനിയിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമെല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതരാണ്. എന്നാൽ അവർക്ക് എന്നെ അറിയുവാൻ വയ്യ. നമുക്ക് അദ്ദേഹത്തിനെ അറിയുവാൻ പറ്റാത്തത് നമ്മുടെ അജ്ഞത മൂലമാണ്. നമ്മുടെ അജ്ഞത മാറ്റാൻ ഈ കലിയുഗത്തിൽ ഒരേ ഒരു ദിവ്യ ഔഷധം മാത്രമേ ഉള്ളൂ. അത് ഹരിനാമ കീർത്തനമാണ്. നമ്മുടെ മറന്നുപോയ അദ്ദേഹത്തിനോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി നാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ 3-ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുൻപായി നമുക്ക് 4 യുഗങ്ങളെ പറ്റിയും യുഗധർമ്മങ്ങളെ പറ്റിയും കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇത് കാണാം. ശ്രീല പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ, പ്രണാമം.